റബ്ബർ മലയോര മേഖലയുടെ സാമ്പത്തിക നട്ടെല്ലായി വളർന്നുവരുന്ന കാലഘട്ടത്തിൽ റബ്ബർ മേഖലയ്ക്ക് വേണ്ട സംരക്ഷണവും വികസനവും ഉറപ്പാക്കുന്നതിനും ഇടനിലക്കാരുടെയും ഇടത്തട്ടുകാരുടെയും ചൂഷണങ്ങളിൽ നിന്നും മോചനം നൽകുന്നതിനും റബ്ബർ കർഷകന് ഒരു കൈത്താങ്ങായാണ് റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. റബ്ബർ കൃഷിക്ക് സാങ്കേതിക സഹായം ലഭ്യമാക്കുക, സർക്കാരിന്റെ സഹായ സഹകരണങ്ങൾ യഥാവിധി കർഷകരിലേക്ക് പകർന്നു നൽകുക എന്നീ ആശയങ്ങളുടെ ഒരു സമഗ്രതയുടെ പരിണിത ഫലമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ അനേകം കാർഷിക വിളകളുണ്ടെങ്കിലും ഒരു വിളയുടെ വിത്ത് മുതൽ വിപണി വരെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ നടക്കുന്നത് റബ്ബർ ബോർഡിലൂടെ മാത്രമാണ് എന്നത് ശ്രദ്ധേയമാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കർമ്മമത്രേ വിദ്യാഭ്യാസം. മഹത്തായ ഒരു കാർഷിക പാരമ്പര്യത്തിന് ഉടമകളാണ് നാം ഭാരതീയർ. അതുകൊണ്ട് തന്നെ കാർഷിക വിദ്യാഭ്യാസത്തിനും നമ്മൾ അതിപ്രാധാന്യം കൽപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മികച്ച സംരംഭമാണ് റബ്ബർ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സമഗ്രവും സമ്പൂർണവുമായ മറ്റൊരു കാർഷിക വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ രാജ്യം കടന്നുപോകുമ്പോഴാണ് ശാസ്ത്രീയമായി റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനായി 1994 ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റിന് റബ്ബർ ബോർഡ് തുടക്കമിടുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമായ റബ്ബർ ബോർഡിന്റെ തന്ത്രപ്രധാനമായ ഒരു ശാഖയാണ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 2000 ആണ്ടോടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ സ്ഥാപിതമായ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് കർഷകന്റെ കൈത്താങ്ങാണ്. റബ്ബർ കൃഷി, സംസ്കരണം, ഉൽപാദനം, ഉൽപ്പന്ന നിർമ്മാണം, വിപണനം എന്നിവയെല്ലാമായി 50ഓളം പരിശീലന പദ്ധതികളാണ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരുന്നത്. ലോകമെമ്പാടുമുള്ള റബ്ബർ ഉൽപാദക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മാത്രമാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായുള്ളത്. കർഷകർ, വ്യാപാരികൾ, വ്യവസായികൾ തുടങ്ങി റബ്ബറിൽ താൽപ്പര്യമുള്ള എല്ലാവർക്കും പ്രത്യേക ട്രെയിനിംഗ് പദ്ധതികളും യൂണിവേഴ്സിറ്റി റബ്ബർ ടെക്നോളജി വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിംഗ് പദ്ധതികളും റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരുന്നു. ഇതിനു പുറമെ നിരവധി വിദേശ രാജ്യങ്ങൾക്കായി അന്താരാഷ്ട്ര ട്രെയിനിംഗ് പദ്ധതികളും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. 10 പേരുടെ ഒരു ഗ്രൂപ്പ് ആവശ്യപ്പെട്ടാൽ ഉടൻ വേണമെങ്കിലും ട്രെയിനിംഗ് നൽകാൻ സന്നദ്ധമായ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് RPSകൾക്കായി നേതൃത്വ പരിശീലനം, ബിസിനസ് പരിശീലനം എന്നിവ നടത്തിവരുന്നു. കർഷക കൂട്ടായ്മകൾക്ക് അവരുടെ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഏകദിന പരിശീലന പരിപാടികളും ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തുന്നു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് റബ്ബർ ബോർഡ് ചെയർമാൻ ശ്രീമതി ഷീല തോമസ് IAS ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാമിനോട് തന്നെ നമുക്ക് കൂടുതലായി ചോദിച്ചറിയാം. നമസ്കാരം. ഏതൊരു മേഖലയിലും നിരന്തരമായ ഇത്തരം പരിശീലനങ്ങളിലൂടെയാണ് ആ ഒരു മേഖല ശരിയായൊരു വളർച്ചയും കാര്യക്ഷമതയും നേടാൻ സാധിക്കുന്നത്. ഇത്തരം ട്രെയിനിങ് സ്ഥാപനങ്ങൾ റബ്ബർ മേഖലയെ എങ്ങനെ സഹായിക്കുന്നു? റബ്ബർ മേഖലയിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. അതായത് കൃഷിക്ക് ആവശ്യമായ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉൽപ്പാദനം മുതൽ അതിൻ്റെ വിപണനം, അതിന് വിപണനത്തിന് സഹായിക്കൽ, വ്യവസായ രംഗത്ത് ആവശ്യമായ ലൈസൻസിങ്, അങ്ങനെ എല്ലാം ഏകീകൃതമായിട്ട് ചെയ്യുന്ന സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡിൻ്റെ ആദ്യകാലം മുതൽ തന്നെ റബ്ബറിലെ വികസന റിസർച്ച് വിഭാഗങ്ങൾ കൃഷിക്കാർക്കും മറ്റുള്ള മേഖലയിൽ ആവശ്യമുള്ളവർക്കും ട്രെയിനിങ് നൽകിയിരുന്നു. എന്നാൽ നമ്മളുടെ ഈ ആഗോളവൽക്കരണമൊക്കെ വന്ന സാഹചര്യത്തിൽ ട്രെയിനിങ്ങിന് കൂടുതൽ ഊന്നൽ നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ തീരുമാനിച്ചതും 2000 ഇത് നിലവിൽ വന്നതും. തുടർന്ന് റബ്ബർ ബോർഡ് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ തന്നെ ഒരു ഏകീകൃത രൂപത്തിൽ ആളുകളിൽ ആ പരിശീലനം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പരിശീലനത്തിൻ്റെ പ്രസക്തി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ രംഗത്തും വളരെയേറെ മത്സരം ഏറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റബ്ബർ മേഖലയിലും ആളുകൾക്ക് ആ മേഖല കൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്ക് നൽകേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതും ആവശ്യമാണ്. അതാണ് നമ്മൾ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനത്തിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്.
റബ്ബർ വ്യവസായ മേഖലയിലെ പരമാവധി തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുവാൻ, വർദ്ധിപ്പിക്കുവാൻ ഇത്തരം ട്രെയിനിങ് സ്ഥാപനങ്ങൾ വഴി സാധിക്കുന്നുണ്ടോ? ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായി സാധിക്കുന്നു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമൊക്കെ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഒന്ന് തൊഴിലില്ലായ്മയാണ്. അതോടൊപ്പം തന്നെ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരെ ലഭിക്കുവാനുള്ള ഒരു വളരെ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ ഒരു വലിയ പദ്ധതിയായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ തുടങ്ങുകയും അതിലൂടെ തൊഴിൽ അഭ്യസിച്ച ആളുകളെ കൂടുതലായിട്ട് സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും ഒക്കെ ശ്രമിക്കുന്നു. റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും തൊഴിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതിനും അതിലൂടെ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ മേഖലകൾ, റബ്ബർ അധിഷ്ഠിതമായ തൊഴിൽ ലഭിക്കുന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുന്നതിന്, റബ്ബറിൻ്റെ സംസ്കരണം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന്, അതുപോലെ അതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കുന്ന രീതിയിൽ ആളുകൾക്ക് ആ രംഗത്ത് പ്രവർത്തിക്കുന്നതിന്, വ്യവസായികൾക്ക് വ്യവസായം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ പരിശീലനം നൽകുന്നതിന് ഒക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കഴിയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർഷം ഏകദേശം 50-ലധികം ട്രെയിനിങ് നടത്തുന്നുണ്ട്. അത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നടത്തുന്ന ട്രെയിനിങ്ങൾ. അതുകൂടാതെ തന്നെ ആളുകൾക്ക് ഈ മേഖലയിൽ ആവശ്യമായ ഈ രീതിയിലുള്ളൊരു ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞ് സമീപിക്കുന്നവർക്ക് അതിന് ഉള്ള അവസരവും റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബർ ബോർഡിൽ ജോലി ചെയ്യുന്ന വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ആ സ്കിൽ അപ്ഗ്രഡേഷൻ എന്നുള്ള മാത്രമല്ല, പുതിയ അറിവുകൾ എപ്പോഴും മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് റബ്ബർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ സേവനം നൽകുന്നതിനും ഉള്ള ട്രെയിനിങ്ങും റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകുന്നുണ്ട്. ചെറുകിട വ്യവസായികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സാങ്കേതിക ജ്ഞാനമുള്ള വിദഗ്ധരുടെ അഭാവം തന്നെയാണ്. ഇത്തരം ട്രെയിനിങ്ങുകൾ വഴി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച നിലവാരം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. റബ്ബർ ബോർഡെന്ന് പറയുന്നതിൽ വളരെയധികം സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ, റബ്ബർ മേഖലയിൽ ഏറ്റവും അധികം സാങ്കേതിക പരിജ്ഞാനവും റബ്ബറിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ് റബ്ബർ ബോർഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ആ അറിവ്, ഇത് സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നവർക്ക് പകർന്നു നൽകുന്നതിന് റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ സഹായകരമാണ്. ബെഡ്ഡനങ്ങളെ പറ്റിയുള്ള ക്ലാസ്സിനാണ് ആദ്യം വന്നത്. അത് ഓരോ ഇനത്തെപ്പറ്റിയും വിശദമായിട്ട് ഇവിടെ ക്ലാസ്സിൽ സംസാരിച്ചു. പിന്നീട് ഇത് പല ഇനം കൃഷി ചെയ്തിട്ടുള്ള തോട്ടത്തിൽ കൊണ്ടുപോയി ഓരോന്നിനെ പറ്റിയും കാണിച്ചു തന്ന്, അപ്പോൾ നമുക്ക് കണ്ട് പിന്നെ കർഷകരുടെ അനുഭവങ്ങളും കൂടെ ആ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ അനേകം തരത്തിൽപ്പെട്ട റബ്ബറുകൾ പരീക്ഷണാർത്ഥം വെച്ചിട്ടുണ്ട്. അത് ടാപ്പിംഗ് ആരംഭിച്ചതും ടാപ്പിംഗ് ആരംഭിക്കാത്തതും, തൈ വെച്ചുകൊണ്ടിരിക്കുന്നതും, ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ നടക്കുന്നു. അതിനെ എല്ലാം കൊണ്ടുപോയി കാണിച്ച് ഫീൽഡ് വിസിറ്റായിരുന്നു കൂടുതലായിട്ടും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഫീൽഡിലത് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റബ്ബറിന് നല്ല ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. 3200-3400 കിലോ ഒരു ഹെക്ടർ സ്ഥലത്ത് നിന്ന് കിട്ടാറുണ്ട്. അത് 3400 എന്ന് പറയുമ്പം ഒന്നരാടം രീതി വെട്ടുമ്പോഴാണ്. 3 ദിവസത്തെ വെട്ടാണ് ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വെട്ടുമ്പോൾ 3200 കിലോ വരെ ഹെക്ടറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അനേകം വിഷയങ്ങളെ പറ്റിയുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. വളരെ നല്ല അനുഭവമാണ് വന്ന കർഷകർ പറയുന്നത്. എൻ്റെ അനുഭവത്തിലും അതെ, വരുന്ന കർഷകരൊക്കെ നല്ല അഭിപ്രായങ്ങൾ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. 1955 മുതൽ റബ്ബർ ബോർഡ് ഗവേഷണ, വിജ്ഞാന, വിപണന, വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് നേടിയെടുത്ത അനുഭവജ്ഞാനമാണ് റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൈമുതൽ. റബ്ബർ കൃഷി, പ്ലാന്റേഷൻ മാനേജ്മെന്റ്, റബ്ബർ പ്രോസസ്സിംഗ്, ഉൽപ്പന്ന നിർമ്മാണം, ക്വാളിറ്റി കൺട്രോൾ, വിപണനം എന്നീ മേഖലകളിലെല്ലാം പരിശീലന പദ്ധതികളുള്ള ഒരു ISO 9001-2008 സർട്ടിഫിക്കറ്റ് സ്ഥാപനമായ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിരവധി സേവന പ്രവർത്തനങ്ങളാണ് കാർഷിക വിദ്യാഭ്യാസ രംഗത്ത് നൽകിയിട്ടുള്ളത്. റബ്ബർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് ഏറ്റവും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥാപനമാണ് റബ്ബർ ബോർഡ്. കാരണം അവർ കർഷകരുമായിട്ടുള്ള സഹകരണവും ഇൻ്ററാക്ഷനും പിന്നെ ഞങ്ങളുമായിട്ടുള്ള ഈവൻ ഹ്യൂമൻ സൈഡ് പോലും വളരെ ഇഷ്ടപ്പെടാറുണ്ട്. എൻ്റെ ജീവിതം തന്നെ ഞാൻ ഈ പാൻസും കോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. ചെറുകിട കൃഷിക്കാരനാണ് ഞാൻ, വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതം തന്നെ റബ്ബറിൽ നിന്നുള്ള ഇൻകമാണ് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം. 53 വയസ്സായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിതിനോടൊരു വൈകാരിക അംശമുണ്ട്. അത് തന്നെയല്ല, ചെറുപ്പം മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. റബ്ബർ ഓഫീസേഴ്സുമായിട്ട് വളരെ ചെറുപ്പം മുതലേ എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ അനുഭവം വളരെ വളരെ പോസിറ്റീവാണ്. വളരെ അപൂർവം ചിലർ മാത്രമേ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുള്ളൂ. ഒരു 99.9% വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ രാവിലെ ഗുരുവിള സാറിൻ്റെ സെഷൻ കളഞ്ഞു. വളരെ കോംപ്രഹെൻസീവും വളരെ ഷാർപ്പുമായിട്ടുള്ള ഒരു അനാലിസിസ് ആയിരുന്നു സാറിൻ്റെ പല കാര്യങ്ങളിലും. ഗുരുവിള സാറിൻ്റെ ഒരു സെഷനാണ് ഞങ്ങൾ കഴിഞ്ഞത്. ട്രെയിനിങ് എപ്പോഴും ആവശ്യമാണല്ലോ, എഡ്യൂക്കേഷൻ എപ്പോഴും ആവശ്യമാണ്. കാരണം ഈ ഫീൽഡ് ഒരു സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് നടക്കുന്നൊരു ഫീൽഡാണ്. അതിൻ്റെ ആപ്ലിക്കേഷന് ട്രെയിനിങ് വേണം. ഇപ്പോൾ ഒരു കർഷകനുമായിട്ട് ഞാൻ സംവാദം നടത്തി. അന്നേരം അദ്ദേഹം പറയണ പഴയതിലേക്ക് തിരിച്ചു വരുവാന്നായിരുന്നു. ഇപ്പോൾ കമ്പിക്ക് കുത്തി റബ്ബർ വെക്കാമെന്ന് പറഞ്ഞത് അതൊക്കെ ഒരു അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. വെക്കാം എങ്കിൽ പോലും അത് റിസർച്ച് ചെയ്യുന്നുള്ള റിസൾട്ടിൻ്റെ ഫലമായിരിക്കും ഇപ്പം നമ്മൾ വീണ്ടും അത് കണ്ടെത്തിയതായിരിക്കാം. പഴയ ഒരു മെത്തേഡ് നല്ലതാണ്. തൊഴിൽ രഹിതരായ യുവാക്കളെ തൊഴിൽദാതാക്കളാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെറുകിട റബ്ബർ അധിഷ്ഠിത വ്യവസായ സംരംഭക പ്രോഗ്രാമുകളും കിറ്റ്കോ, വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, വ്യവസായ വകുപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇവിടെ നടത്തിവരുന്നു. റബ്ബർ കൃഷി, ഉൽപാദനം, സംസ്കരണം, റബ്ബർ അധിഷ്ഠിത വ്യവസായം, വിപണനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യ ട്രെയിനിങ്ങിലൂടെ പങ്കുവച്ച് റബ്ബർ മേഖലയ്ക്കാകെ സുസജ്ജമായ മാനുഷിക വിഭവശേഷി ലഭ്യമാക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. കോട്ടയം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ മാറി കോട്ടയം കുമളി റോഡിലുള്ള പുതുപ്പള്ളിയിൽ പ്രകൃതിരമണീയമായ മികച്ച പഠനാന്തരീക്ഷത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. റബ്ബർ റിസർച്ച്, ട്രെയിനിംഗ് എന്നീ മേഖലകളിൽ 31 വർഷത്തെ അനുഭവ പരിചയമുള്ള ഡോക്ടർ സി കുരുവിള ജേക്കബാണ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ കീഴിൽ നിരവധി ഫാക്കൽറ്റികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുക്കാൻ പിടിക്കാൻ. ഡോക്ടർ സി കുരുവിള ജേക്കബ്, ഈ ഒരു സ്ഥാപനം തുടക്കമായിട്ട് ഏകദേശം 14 വർഷത്തോളം ആയിരിക്കുന്നു. ഇത് തുടക്കത്തിൽ വെച്ച ലക്ഷ്യങ്ങൾ, ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സാധിച്ചു? ഈ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് റബ്ബർ ബോർഡിൻ്റെ പരിശീലന വിഭാഗമാണ്. റബ്ബർ ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ്. റബ്ബർ കൃഷിയും റബ്ബർ അധിഷ്ഠിത വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റബ്ബർ ബോർഡിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് പരിശീലന പരിപാടികൾ. റബ്ബർ മേഖലയിലുള്ള എല്ലാവർക്കും ആവശ്യമായ പരിശീലനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ദൗത്യം. കഴിഞ്ഞ 14 വർഷമായി ഈ ദൗത്യം നിർവഹിക്കുന്നതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഓരോ വർഷവും ഏതാണ്ട് 200ഓളം വിവിധ ട്രെയിനിങ് ബാച്ചുകളിലൂടെ ഏതാണ്ട് 5000ഓളം ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓരോ വർഷവും സാധിച്ചിട്ടുണ്ട്. ഇത് റബ്ബർ മേഖലയുടെ വികസനത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളുടെ ഫീഡ്ബാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പരിശീലന പരിപാടികൾ എന്നതുകൊണ്ട് എന്താണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? ഈ പരിശീലനങ്ങൾ, നമ്മുടെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനം പ്രധാനമായിട്ടും പ്രായോഗിക പരിശീലനത്തിൽ ഊന്നിയുള്ള പരിശീലന പരിപാടികളാണ്. നമ്മളുടെ ഈ റബ്ബർ മേഖലയിലുള്ള ആളുകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് അവരുടെ പ്രവർത്തനശേഷി കൂട്ടുക എന്നുള്ളതാണ് ഈ മിക്ക ട്രെയിനിങ് പ്രോഗ്രാമുകളുടെയും ഉദ്ദേശം. ഇതിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഈ ഫീൽഡ് വിസിറ്റ്, അതായത് തോട്ടങ്ങൾ പോയി ഉള്ള ഡിസ്കഷൻ, പിന്നെ ഫാക്ടറികൾ വിസിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള
ആക്ടിവിറ്റി കോർത്തിണക്കിയാണ് ഓരോ പ്രോഗ്രാമും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ ആ പരിശീലനത്തിൽ പകർന്നു കൊടുത്ത വിജ്ഞാനം നേരിട്ട് അവരവരുടെ പ്രവർത്തന മേഖലകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഓരോ പരിശീലനവും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോജനം പഠിച്ച് ഇറങ്ങുന്ന മിക്ക ആളുകളും ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ചെറുകിട കർഷകർക്ക് ഇത്തരം ഒരു ട്രെയിനിങ് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്ന് തന്നെ കരുതാമല്ലോ. തീർച്ചയായിട്ടും ചെറുകിട കർഷകരാണ് ഇവിടുത്തെ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. ചെറുകിട കർഷകർക്ക് വേണ്ട അവർ കൃഷിയെ സംബന്ധിച്ച ഓരോ മേഖലകളിലും ഉള്ള ഫോക്കസ്ഡ് ട്രെയിനിങ്ങുകളിലാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നഴ്സറിയിൽ ഉള്ള ആക്ടിവിറ്റികളിലെല്ലാം പ്രായോഗിക പരിശീലനം, അതുപോലെ റൂട്ട് ട്രെയിനർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിനുള്ള കപ്പ് തൈകൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങൾ, അതുപോലെ തന്നെ ടാപ്പിങ്ങിനുള്ള പരിശീലനം, വിള സംരക്ഷണത്തിനുള്ള പരിശീലനം, ഇങ്ങനെയുള്ള ഫോക്കസ്ഡ് ട്രെയിനിങ്ങുകൾക്ക് ചെറുകിട കൃഷിക്കാർക്ക് വളരെ പ്രയോജനകരമാണ്. അതിൻ്റെ വളരെ നല്ല റെസ്പോൺസാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പോലും ഈ ഒരു സ്ഥാപനത്തിൻ്റെ പരിശീലന പരിപാടികൾക്കായി ഇവിടെ വരുന്നു, അത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് തീർച്ചയായും വളരെയധികം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അതേക്കുറിച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കാമോ? റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന അനേക രാജ്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ഒരു പരിശീലനത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ മിക്ക റബ്ബർ കൃഷിയുള്ള മിക്ക രാജ്യങ്ങളും പരിശീലനത്തിൻ്റെ ഒരു വേദിയായി ഈ സ്ഥാപനത്തെ ഉറ്റുനോക്കുന്നുണ്ട്. നമുക്ക് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ട്രെയിനീസ് പരിശീലനത്തിന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മെക്സിക്കോ, മ്യാൻമാർ, വിയറ്റ്നാം, ഘാന എന്നീ സ്ഥലങ്ങളിലൊക്കെ നിന്നൊക്കെ നമുക്ക് പഠിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തിടെ മലാവി എന്ന് പറയുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്ത് അവിടെ പോയി ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും ചെയ്തു. ഇങ്ങനെ നമ്മളുടെ ആക്ടിവിറ്റി, നമ്മുടെ പരിശീലനം ആവശ്യമുള്ള വിദേശ രാജ്യങ്ങൾ പലതുകൊണ്ട് അവർ നമ്മളെ പലപ്പോഴും സമീപിക്കുന്നുണ്ട്. വീണ്ടും സമീപിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് ഇവിടുത്തെ പരിശീലനം വളരെ പ്രയോജനകരമായി എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ചില ട്രെയിനിങ് പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന, പ്രത്യേകിച്ച് റബ്ബർ ടെക്നോളജി അല്ലെങ്കിൽ പോളിമർ ടെക്നോളജി എന്നീ വിഷയങ്ങളിലൊക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനത്തിനുള്ള അവസരങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ വളരെ കുറവാണ്. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് ഇവിടെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊച്ചി സാങ്കേതിക സർവകലാശാല, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഖരഗ്പൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളുണ്ട് നമ്മളുടെ ചെന്നൈയിലുള്ളത്, അതുപോലെ അഗർത്തലയിലുള്ള ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, വിവിധ എൻജിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഇവയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾ ചെറിയ ഒരു പീരീഡ് 3 ആഴ്ച 1 മാസം വരെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പൂർണ്ണമായും പ്രായോഗിക പരിശീലനമാണ് അത് നൽകുന്നത്. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇവിടെ പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അവരുടെ പ്രായോഗിക പരിശീലനവും അതോടൊപ്പമുള്ള പരീക്ഷ വരെയും ഈ സ്ഥാപനം തന്നെ നടത്തി കൊടുക്കുന്നുണ്ട്. താങ്കളും ഒരു സയൻറ്റിസ്റ്റ് തന്നെയാണല്ലോ. റബ്ബർ ഗവേഷണ രംഗത്തും റബ്ബർ കാർഷിക രംഗത്തുമൊക്കെ സയൻറ്റിസ്റ്റുകൾക്ക് എത്രമാത്രം ഉന്നതി അല്ലെങ്കിൽ എത്രമാത്രം പ്രയോജനങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നുണ്ട്? അതിൻ്റെ നമ്മളുടെ ശാസ്ത്രീയ റബ്ബർ കൃഷിയുടെ പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞാൽ, റബ്ബർ ഗവേഷണ കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിതമായത് 1950 നമ്മളുടെ പ്രതി ഹെക്ടർ ഈൽഡ് അഥവാ ഉൽപ്പാദനം ഏതാണ്ട് 300 കിലോഗ്രാമിനടുത്തായിരുന്നു. ഇന്നത് 1800 കിലോഗ്രാം കവിഞ്ഞു നിൽക്കുന്നു. ഇതിൽ ഒരു പ്രധാന പങ്ക് ശാസ്ത്രീയ കൃഷിക്കാണ്. ഈ വർദ്ധിച്ച ഈട് കിട്ടുന്നതിനുള്ള
പ്രധാന കാരണം നമ്മളുടെ ശാസ്ത്രീയ കൃഷിയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കൃഷിയിടങ്ങളിൽ ഏതാണ്ട് 90% സ്ഥലത്തും കൃഷി ചെയ്യുന്നത് ഈ നമ്മളുടെ ഗവേഷണ കേന്ദ്രത്തിൽ RRI വികസിപ്പിച്ചെടുത്ത RRII 105 എന്ന് പറയുന്ന ഒരു ഇനം റബ്ബറാണ്. ഇതിൻ്റെ ഉൽപ്പാദനശേഷി മറ്റ് ഇനങ്ങളെക്കാൾ നേരത്തെ നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ഇനങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവയേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനെ താരതമ്യേന നല്ല രോഗപ്രതിരോധ ശേഷിയുമുണ്ട്. ഇതുകൊണ്ട് തന്നെ കൃഷിക്കാരുടെ ഇടയിൽ ഇത് വളരെ പോപ്പുലറാകുകയും അതുകൊണ്ട് 90% തോട്ടങ്ങളിൽ ഈ കൃഷി വരികയും ചെയ്തു. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മളുടെ വിളവ് ഈൽഡ് വളരെയധികം വർദ്ധിച്ചു. ഇന്ന് ലോകരാജ്യങ്ങളിലെ ഉൽപ്പാദനക്ഷമതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന കാരണം ശാസ്ത്രീയ റബ്ബർ കൃഷിയാണ്. ഗവേഷണം അതിനെ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. തീർച്ചയായും ഒരു മോട്ടിവേഷൻ ഏതൊരു മേഖലയിലും വളരെയധികം പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം പരിശീലന പരിപാടികൾ റബ്ബർ കർഷകർക്ക് പുറമെ സാധാരണ റബ്ബർ ഉദ്യോഗസ്ഥർക്കും നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ റബ്ബർ മേഖലയിലെ വിവിധ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് കൂടുതലും റബ്ബർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, അവർക്ക് വേണ്ടിയുള്ള വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. നമ്മളുടെ ഒരു പ്രധാന വിഭാഗം, കൃഷിക്കാരുമായി കൂടുതൽ സംബന്ധിക്കുന്ന പ്രധാന വിഭാഗം റബ്ബറിൻ്റെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സാണ്. റബ്ബർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്. എല്ലാ വർഷവും അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് റബ്ബർ കൃഷിയെ മാത്രമല്ല, എങ്ങനെ ഫലപ്രദമായി കൃഷി സംബന്ധമായ അറിവ് കൃഷിക്കാരിൽ എത്തിച്ചു കൊടുക്കാം എന്നുള്ളതിനെ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റ് റബ്ബറിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അത് വേണ്ടിയുള്ള പ്രോഗ്രാംസ് നടത്തുന്നു. പിന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇന്ത്യൻ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ നടത്തുന്നു. അതേപോലെ തന്നെ റബ്ബർ മേഖലയിൽ വളരെയധികം പ്രവർത്തിക്കുന്ന റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, ഉൽപ്പാദക സംഘങ്ങൾ, അവരുടെ നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ, അത് എല്ലാ മാസവും ആ പരിശീലനമുണ്ട്, അത് ഇവിടെ നടത്തുന്നു. അതിൽ കൂടി അവർക്ക് അവരുടെ ഉൽപ്പാദക സംഘത്തിന് വേണ്ടി ഒരു കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിനും അവർക്ക് സാധിക്കുന്നുണ്ട്. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള മികച്ച ക്ലാസ് മുറികളും ട്രെയിനിങ് ലബോറട്ടറികളും വിപുലമായ ലൈബ്രറിയും മ്യൂസിയവും കമ്പ്യൂട്ടർ സെന്ററും അടങ്ങുന്നതാണ് റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ്. മികച്ച സൗകര്യങ്ങളോടുകൂടിയ ഒരു ഹോസ്റ്റലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലബോറട്ടറി സൗകര്യങ്ങളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായും കൽക്കട്ടയിലുള്ള ഇന്ത്യൻ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായും ചേർന്ന് നിരവധി പഠന പദ്ധതികൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരുന്നുണ്ട്. പൊതുവെ റബ്ബർ പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്ത് ദേശീയവും അന്തർദേശീയവുമായ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ജോലി. കൂടാതെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റിംഗ് എന്നീ കാര്യങ്ങളും ഈ വിഭാഗത്തിൽ നിന്ന് ചെയ്തു കൊടുക്കപ്പെടുന്നു. ഈ ലാബറട്ടറിക്ക് 2 തരത്തിലുള്ള പ്രോഡക്റ്റുകളെ അനലൈസ് ചെയ്യുന്നുണ്ട്. റബ്ബർ ലാറ്റക്സിൽ നിന്നുള്ള പ്രോഡക്റ്റ്, റബ്ബർ ഖരരൂപത്തിലുള്ള റബ്ബറിൽ നിന്നുള്ള പ്രോഡക്റ്റ്. ഇത് രണ്ടും ഓരോരോ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാനുഫാക്ചറുകൾക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഈ ലാബിൻ്റെ പ്രധാന ജോലി. കൂടാതെ പുതിയതായി ഈ ഒരു മാനുഫാക്ചറിങ് സെക്ഷനിലോട്ട് വരുന്ന ഒരാൾക്ക് വേണ്ടി പ്രോജക്റ്റ് പ്രൊഫൈല്, പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ, അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ഷൻസ്, ഇതെല്ലാം ഈ വിഭാഗം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ടെസ്റ്റിങ്ങിനായിട്ടും റിവേഴ്സ് എഞ്ചിനീയറിങ് എന്നീ ജോലികൾക്കായിട്ട് എല്ലാ തരത്തിലുള്ള മോഡേൺ എക്യുപ്മെൻറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവ പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തന സമ്പന്നമായിട്ടുള്ള ടെക്നിക്കൽ ഓഫീസേഴ്സും എല്ലാ വിഭാഗങ്ങളിലും ഇവിടെ ഉണ്ട്. കൂടാതെ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപനമായതുകൊണ്ട് ഞങ്ങളുടെ ടെസ്റ്റിംഗ് ചാർജുകൾ
മറ്റു സ്ഥാപനങ്ങളെ അനുസരിച്ച് വളരെ കുറവും ഗുണമേന്മയുള്ള ടെസ്റ്റുകളും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ പരിശീലന ആവശ്യങ്ങൾക്കായി റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സേവനം ആവശ്യപ്പെടാറുണ്ട്. തായ്ലൻഡ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മെക്സിക്കോ, മ്യാൻമാർ, വിയറ്റ്നാം, ഘാന മുതലായ രാജ്യങ്ങൾ നമ്മുടെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സമീപകാലത്ത് ആഫ്രിക്കയിലെ മലാവിയിൽ ഒരു ട്രെയിനിംഗ് സംഘടിപ്പിക്കുക വഴി അന്താരാഷ്ട്ര കൺസൾട്ടൻസിയിലേക്കും റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചുവടുവച്ചിരിക്കുന്നു. ധാരാളം കർഷകരുള്ള ഒരു മേഖല തന്നെയാണ് റബ്ബർ കൃഷി. എല്ലാ കർഷകരെയും ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ട്രെയിനിങ് നൽകുക എന്നുള്ളത് വളരെയധികം നടക്കാത്തൊരു കാര്യം തന്നെയാണ്. താങ്കളെ പോലെയുള്ള വ്യക്തികൾ തീർച്ചയായും ആ ഒരു ഫീൽഡിൽ ചെന്ന് അവർക്ക് ട്രെയിനിങ് നൽകി വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തി, അതേക്കുറിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വിശദമാക്കാമോ? ഞാനിപ്പോൾ 34 വർഷമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ എന്തെല്ലാം ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കർഷകർ ഏതാണ്ട് 10 ലക്ഷത്തോളം ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല. അപ്പോൾ അത് കാരണം പുറത്ത് പോയിട്ട് റബ്ബർ ഉൽപ്പാദക സംഘം വഴി ട്രെയിനിങ് സംഘടിപ്പിച്ച് അവർക്ക് ട്രെയിനിങ് നൽകുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തെല്ലാം ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ടോ അതെല്ലാം പുറത്ത് പോയിട്ട് നടത്തുന്നുണ്ട്. വിത്ത് മുതൽ വിപണി വരെയുള്ള വിഷയങ്ങളെക്കുറിച്ച് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പുറത്ത് പോയിട്ട് ട്രെയിനിങ് നടത്തുന്നു. നടീൽ വസ്തുക്കളുടെ ആ ഒരു ഗുണമേന്മ അനുസരിച്ച് ഉൽപ്പാദനത്തിലും ആ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കപ്പ് തൈ നമ്മൾ വളരെ കുറച്ച് നാളായുള്ളൂ, 2000 കൂടിയത്. അപ്പോൾ അത് ഇപ്പോൾ കർഷകർ നടാൻ തുടങ്ങിയിട്ടുണ്ട് കപ്പ് തൈ. അതിൻ്റെ ഗുണങ്ങൾ ഇതുപോലെയുള്ള ട്രെയിനിങ് ഞങ്ങൾ അവിടെ പോയി ട്രെയിനിങ് നടത്തി അത് ധാരാളം കർഷകർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കപ്പ് തൈ കർഷകർ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് ധാരാളം കർഷകർ കപ്പ് തൈ നടാൻ തുടങ്ങിയിട്ടുണ്ട്. പോളിബാഗ് തൈയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കപ്പ് തൈയാണെന്ന് മനസ്സിലാക്കിയിട്ട് കപ്പ് തൈ നടാനായിട്ട് ധാരാളം കർഷകർ. കേരളത്തിൽ നിന്നും വിഭിന്നമായി നോർത്ത് ഈസ്റ്റിലെ ഒരു ഉൽപാദന രീതി, റബ്ബർ കർഷകരിലെ ഗവേഷണ രീതി, അതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഇവിടുത്തെ അത്രയും തന്നെ ആയിട്ടില്ല എങ്കിലും ഗുവാഹട്ടിയിലൊരു റബ്ബർ റിസർച്ച് സെൻ്ററുണ്ട്. അവിടെയുള്ള കർഷകർ ആ ഏരിയയിലുള്ള കർഷകർക്ക് ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടി RRSലെ ശാസ്ത്രജ്ഞർക്ക് അവിടുന്ന് അവിടം വരെ വരാൻ ദൂരം കൂടുതലായതുകൊണ്ട് RRSലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ അവിടെ ട്രെയിനിങ് നടത്താറുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ ട്രെയിനിങ് സപ്പോർട്ട് എങ്ങനെയാണ്? ത്രിപുരയിൽ ഒരു റബ്ബർ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ ഗുവാഹട്ടിയിൽ റബ്ബർ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. അവിടെയുള്ള ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ അവിടെയുള്ള കർഷകർക്ക് ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ടോ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലുള്ള കർഷകർക്കും അത് ലഭിക്കത്തക്കവണ്ണം അവിടെയും ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഇവിടെ റബ്ബർ പാലിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഗ്ലൗസ്, എക്സാമിനേഷൻ ഗ്ലൗസ്, ഫിംഗർ പ്രൊട്ടക്ടർ, റബ്ബർ ബാൻഡ്, ബലൂൺ, മെഡിക്കൽ കത്തീറ്റർ, ഇലാസ്റ്റിക്, ഫോം ബെഡ് എന്നിവ നിർമ്മിക്കുവാനുള്ള പരിശീലനം നൽകുന്നു. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ 5 ദിവസത്തെ പരിശീലനത്തിലൂടെ സാധാരണക്കാർക്കും അനായാസം ആരംഭിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പരിശീലന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡ്രൈ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളുടെ പരിശീലനത്തിനായുള്ള ഈ യൂണിറ്റിൽ റബ്ബർ ഹോസ്, ബുഷുകൾ, പന്തുകൾ, കാർ ഫ്ലാപ്പുകൾ, ബീഡിംഗ് എന്നിവയുടെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളുള്ള ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ലാബും ക്വാളിറ്റി കൺട്രോൾ ലാബും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 50 കിലോ വാട്ട്സിന്റെ ഒരു സൗരോർജ്ജ പ്ലാന്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എയർ കണ്ടീഷണർ ഉൾപ്പെടെ എല്ലാ വൈദ്യുതോപകരണങ്ങളും ഇപ്പോൾ സൗരോർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉൽപാദനം കുറഞ്ഞ മരങ്ങളുടെ ഉൽപാദനം ദീർഘകാലത്തേക്ക് വർദ്ധിപ്പിക്കാനുള്ള ആധുനിക രീതിയാണ് നിയന്ത്രിത കമഴ്ത്തിവെട്ട്. 4 അടി നീളവും 30 ഡിഗ്രി ചരിവുമുള്ള പ്രത്യേകതരം ടാപ്പിംഗ് കത്തിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സാധാരണ ടാപ്പിംഗിൽ 30 ഡിഗ്രി ചരിവുള്ള വെട്ടുചാൽ ഉണ്ടാക്കുമ്പോൾ കമഴ്ത്തിവെട്ടിൽ 45 ഡിഗ്രി ചരിവിലാണ് ടാപ്പിംഗ് നടത്തുന്നത്. മാറി മാറി വരുന്ന നമ്മുടെ സർക്കാർ കാർഷിക മേഖലയെയും കൃഷിയെയും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ റബ്ബർ കൃഷിയുടെ ഒരു പ്രാധാന്യം എന്താണ്? ഒരു നിർണായകമായ ഒരു വ്യാവസായിക അസംസ്കൃത വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി എന്ന നിലയ്ക്ക് റബ്ബർ കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യകാലങ്ങളിൽ റബ്ബറിൻ്റെ ഉൽപ്പാദനക്ഷമത ഒരു 300 മുതൽ 400 കിലോഗ്രാം പെർ ഹെക്ടർ ആയിരുന്നു. എന്നാൽ നൂതനമായ റബ്ബർ ഇനങ്ങൾ കൃഷി ചെയ്തും നമ്മുടെ കർഷകർക്ക് റബ്ബർ കൃഷിയെപ്പറ്റിയും വിളവെടുപ്പിനെ പറ്റിയും ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടെങ്കിലും അവർക്ക് നൂതനമായ കൃഷിരീതികളെപ്പറ്റിയോ ശാസ്ത്രീയമായ പുതിയ കണ്ടുപിടുത്തങ്ങളെപ്പറ്റിയോ അവർ അജ്ഞരാണ്. അപ്പോൾ ഈ സാങ്കേതിക വിജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടും ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുകയും ചെയ്താൽ ഏതൊരു കർഷകനും ഇന്നത്തെ ഈ
റബ്ബർ വ്യവസായത്തിൽ മുന്നേറാൻ സാധിക്കും. ഇന്ത്യയിൽ റബ്ബർ കൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിലെ റബ്ബറിൻ്റെ ഉൽപ്പാദനക്ഷമത 300 മുതൽ 400 കിലോഗ്രാം പെർ ഹെക്ടർ ആയിരുന്നത് ഇന്നിപ്പോൾ നൂതനമായ കൃഷിരീതികൾ അവലംബിച്ചത് വഴി ഏകദേശം 2000 മുതൽ 3000 കിലോഗ്രാം പെർ ഹെക്ടർ വരെ വന്നു നിൽക്കുകയാണ്. കൃഷിരീതിയെ പറ്റിയുള്ള പൊതുവായ അറിവും വിളവെടുപ്പിനെ പറ്റിയും ഉള്ള പൊതുവായ അറിവ് കർഷകർക്കുണ്ടെങ്കിലും ശാസ്ത്രീയമായ കൃഷിരീതികളും നൂതനമായ ഗവേഷണ ഫലങ്ങൾ ഇവയെപ്പറ്റിയുള്ള അജ്ഞതയാണ് റബ്ബർ കർഷകർക്ക് അവരുടെ ഉൽപ്പാദനശേഷി കൂട്ടാൻ ഒരു വിഘ്നമായി നിൽക്കുന്നത്. സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ വർധനവും ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുകയും ചെയ്താൽ ഏതൊരു കർഷകനും ഈ ഒരു റബ്ബർ കൃഷി വ്യവസായത്തിൽ വളരെ നല്ലപോലെ മുന്നേറാൻ സാധിക്കും. ശാസ്ത്രീയമായ ഒരു കൃഷിരീതി അവലംബിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ കർഷകർക്ക് എന്തൊക്കെ പരിശീലനങ്ങളാണ് നൽകുന്നത്? റബ്ബറിൻ്റെ ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിക്കുമ്പോൾ ഉൽപ്പാദനം കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. റബ്ബർ എന്ന് പറയുന്നത് ഒരു ദീർഘകാല വിളയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിത്ത് മുതൽ വിപണി വരെ എല്ലാ ഘട്ടങ്ങളിലും അത് വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ നമ്മൾ അതിൽ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഘട്ടവും അതിൽ പ്രധാനമാണ്. ഇതിൽ ഈ ദീർഘകാല വിള ആയതുകൊണ്ട് ഇതിൻ്റെ നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. നടീൽ വസ്തുക്കളുടെ ലഭ്യത, അതുപോലെ തന്നെ വിളവെടുപ്പ്, സംസ്കരണം, ഇങ്ങനെയുള്ള രീതികളിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ റബ്ബറിൻ്റെ അപക്വ കാലഘട്ടം വളരെ കൂടുതലാണ്. വളരെ നീണ്ട ഒരു അപക്വ കാലഘട്ടമാണ് റബ്ബറിനുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ റബ്ബർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പരിപാലനം, പരിചരണം, അതിലൊത്തിരി കാര്യങ്ങളുണ്ട്. വളരെയധികം ശരിക്കും ശാസ്ത്രീയമായ രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ നടീൽ, പിന്നെ അതിലെ പരിചരണം, കള നിയന്ത്രണം, മണ്ണ് ജല സംരക്ഷണം മാർഗങ്ങൾ, രോഗപ്രതിരോധ രീതികൾ, വിളവെടുപ്പ്, ശാസ്ത്രീയമായ വിളവെടുപ്പ് രീതികൾ, ഇങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ഇതിൻ്റെ എല്ലാം ഒരു നൂതന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കർഷകർക്ക്. അതുപോലെ തന്നെ തോട്ടം മേഖലയിലുള്ളവർക്ക് നമ്മൾ ഇതേപോലെ തന്നെ പരിശീലനം, ഈ കൃഷി പരിപാടി ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും, അതായത് റബ്ബറിൻ്റെ ഈ ഒരു എന്തെല്ലാം ഇതിൻ്റെ അകത്തെ പരിചരണ മാർഗ്ഗങ്ങൾ, വിളവെടുപ്പിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉൽപ്പാദനം, അതായത് സുസ്ഥിരമായ ഒരു ഉൽപ്പാദനം, നല്ലൊരു ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വിളവെടുപ്പ് വളരെ പ്രാധാന്യമാണ്. അത് ആ മരത്തിന് ഒരു ക്ഷതം സംഭവിക്കാതെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വിളവെടുപ്പിൻ്റെ പല രീതികളുണ്ട്. ഈ രീതികളെല്ലാം അവലംബിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു കർഷകന് അവരുടെ ഈ തോട്ടത്തിന് ഉൽപ്പാദനക്ഷമത കൂട്ടാനും സുസ്ഥിരമായ ഒരു വരുമാനത്തിലൂടെ നല്ല ആദായം ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. ഇത്തരം പരിശീലനങ്ങളിലൂടെ ഉൽപ്പാദക ശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാം ഞങ്ങളുടെ ഒരു സർവേയിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഇവിടുത്തെ പരിശീലന പരിപാടികൾ അത്രയ്ക്കും വളരെ നല്ല രീതിയിലുള്ളതാണ്. അതനുസരിച്ച് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഈ വിളവെടുപ്പ് രീതിയിൽ, അത് രോഗപ്രതിരോധത്തിൻ്റെ മേഖലകളിലെ, പിന്നെ റബ്ബർ നടീൽ അതിൻ്റെ പരിപാലനത്തിൻ്റെ മേഖലകളിലെ ബഡ്ഡിങ്, പിന്നെ പുതിയ നൂതനമായ ബഡ്ഡിങ് രീതികൾ, റൂട്ട് ട്രെയിനൽ പ്ലാന്റ്സ്, ഇങ്ങനെ പല മേഖലകളിലും അവർക്ക് പഠിക്കാനും അതനുസരിച്ച് അവർക്ക് വളരെയധികം അറിവുകൾ, അവരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് അവർക്ക് നേരത്തെ ഇല്ലാതിരുന്ന പല അറിവുകളും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. റബ്ബർ വ്യവസായ രംഗത്ത് ഇത്തരം പരിശീലനങ്ങളുടെ ഒരു പ്രസക്തി എന്താണ്? റബ്ബർ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റബ്ബർ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് ഉൽപ്പാദന മേഖലയിൽ എന്നതുപോലെ തന്നെ സംസ്കരണത്തിലും വിപണനത്തിലും അതുപോലെ മൂല്യവർധന പ്രവർത്തനങ്ങളിലും ചെറുകിട പ്രാതിനിധ്യം ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വേണ്ടിവരുന്ന പരിശീലനങ്ങളുടെ പ്രസക്തിയും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഒരു സ്വാധീനവും വളരെ വലുതാണ്. അതുകൂടാതെ ആഗോളവൽക്കരണത്തിൻ്റെ ഈ ഒരു യുഗത്തിൽ മത്സരക്ഷമത കൈവരിക്കുന്നതിനും കാര്യക്ഷമമായ മാർക്കറ്റിംഗ് കൈവരിക്കുന്നതിനും ഇത്തരം പരിശീലനങ്ങൾ വളരെ ഉതകുന്നതാണ്. ആ രീതിയിൽ പലവിധ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പരിശീലനങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഭാഗത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും പരിശീലനങ്ങൾ നൽകുന്നത്? റബ്ബർ സംസ്കരണ മേഖലയിൽ സ്വാഭാവികമായും റബ്ബർ വിപണനത്തിൽ, കൂടാതെ ഉൽപ്പന്ന നിർമ്മാണത്തിലും
നമ്മൾ വ്യത്യസ്തമായ പരിശീലന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. റബ്ബർ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശീലനങ്ങളാണ് ഇവിടെ നൽകുന്നത്? റബ്ബർ സംസ്കരണ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും വിപണന രൂപമായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരു പ്രോസസ്ഡ് ഫോം എന്ന് നമ്മൾ പറയുന്നത് റിബ്ഡ് സ്മോക്ഡ് ഷീറ്റ് നമ്മൾ പറയും, അതായത് ഷീറ്റ് റബ്ബർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഈ സ്മോൾ ഹോൾഡ് കർഷകരെല്ലാം ചെറുകിട കർഷകരാകുമ്പോൾ അവർക്ക് ഒരു ഹെക്ടറിൽ താഴെയാണ് അവരുടെ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രോപ്പിൻ്റെ പ്രോസസ്സിങ് ഡീസെൻട്രലൈസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൽ ക്വാളിറ്റി നമുക്കൊരു കൺസേൺ ആയിട്ട് ഇൻഡസ്ട്രി പലപ്പോഴും റബ്ബർ ബോർഡിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയും അപ്പോൾ അതിന് ഊന്നൽ നൽകിയിട്ടുള്ള ഷീറ്റ് റബ്ബർ പ്രോസസ്സിങ്ങിന് ഊന്നൽ നൽകിയിട്ടുള്ള അതിൽ ശാസ്ത്രീയ വശങ്ങൾ പ്രതിപാദിക്കുന്നതും അതുപോലെ ഗ്രേഡ് ചെയ്യുന്നതുമായിട്ടുള്ള പരിശീലനങ്ങൾ ഇവിടെ നൽകി വരുന്നു. കൂടാതെ സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് ആയ സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ് അതുപോലെ ക്രംബ് റബ്ബർ ഇതിനൊക്കെ വ്യത്യസ്തങ്ങളായ പരിശീലനം ഞങ്ങൾ ഇവിടെ നൽകി വരുന്നുണ്ട്. സംസ്കരണ മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ 300ഓളം കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ കർഷക കൂട്ടായ്മയായ ഏകദേശം 300ഓളം ഗ്രൂപ്പ് പ്രോസസ്സിംഗ് സെൻറ്ററുകളിലും അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 10,000-ഓളം ആളുകൾ ഇതിൽ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. അവർക്കും വേണ്ട രീതിയിലുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എങ്ങനെ സോഴ്സ് ചെയ്യാമെന്നും അത് ഉപഭോക്താക്കളിൽ എത്തിക്കാമെന്നുള്ള അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിശീലനങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത്. അതുപോലെ കൺസ്യൂമേഴ്സ് ടയർ ഇൻഡസ്ട്രി ആയാലും ടയറേതര മേഖലയായാലും എങ്ങനെ ക്വാളിറ്റി ഫോക്കസ് ചെയ്തിട്ട് അവരുടെ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമ്മളതിൽ കവറപ്പ് ചെയ്യാറുണ്ട്. ഇവരെല്ലാം ഈ ഒരു പ്രോസസ്സിംഗ് മേഖലയുടെ ഉപഭോക്താക്കളുമാണ്. ഈ ഒരു ട്രെയിനിങ് സ്ഥാപനത്തിൽ നമ്മൾ ഓരോ മുറിയിലും കാണുമ്പോൾ വളരെയധികം വിലയേറിയ എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് വിദ്യാർത്ഥികൾക്കായിട്ട് അവർക്ക് ഉപയോഗിക്കുവാനും പഠിക്കുവാനുമൊക്കെ ഉള്ളത്. ഇത്തരം എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയല്ലേ? തീർച്ചയായും നിങ്ങളത് വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇനി വരും കാലങ്ങളിലേക്ക് പലപ്പോഴും ഇപ്പോൾ IT-യുടെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മേഖലയെ പിടിച്ചു നിർത്തുന്നതിനും വരും തലമുറ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടി നമ്മൾ റബ്ബർ ടെക്നോളജി ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അത് ITI മുതൽ MTech വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് എന്നുള്ള രീതിയിൽ 1 വീക്ക് മുതൽ 1 മന്ത് വരെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഈ ഫെസിലിറ്റി അവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതവർ സ്വാഭാവികമായും വളരെ മുതലെടുത്തിട്ടുമുണ്ട്. അവർ ആ ഒരു കരിയറിൽ വളരെ അവരുടെ ലാഡർ ക്ലൈംബപ്പ് ചെയ്യാൻ വളരെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അത് ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട്. കൂടാതെ പല യൂണിവേഴ്സിറ്റീസുമായിട്ട് ലിങ്ക് ചെയ്ത് അതിൻ്റെ പരിശീലനങ്ങളും പ്രായോഗിക വശങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പരിശീലനങ്ങളും പരീക്ഷ അവരുടെ എക്സാമും നമ്മൾ ഇവിടെ തന്നെയാണ് ഹോസ്റ്റ് ചെയ്ത് വരുന്നത്. അതിന് ഞങ്ങൾക്ക് നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ഓൾ ഇന്ത്യ ബേസിസിൽ എൻക്വയറീസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ ഉൽപ്പാദക വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ഒരു സ്ഥാപനത്തിലേക്ക്, അവിടെയുള്ള പ്രതിനിധികൾ പോലും ഈ ഒരു സ്ഥാപനത്തിലേക്ക് ട്രെയിനിങ്ങിനായി വരുന്നുണ്ട്. തീർച്ചയായും ഇവിടുത്തെ ഫെസിലിറ്റീസിൻ്റെ ആ ഒരു പ്രാധാന്യം അപ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ളത്? റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് സൗകര്യത്തിനായി എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് എല്ലാ ശീതീകരിച്ച ചെയ്തിട്ടുള്ള ട്രെയിനിങ് ഹാൾസ്, അത് വളരെ വിശാലമായിട്ട് 4 ട്രെയിനിങ് ഹാൾസ് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ് ഹാളിൽ ഇരിപ്പിടങ്ങളാണെങ്കിൽ വരുന്ന ട്രെയിനീസിന് വളരെ സൗകര്യപ്രദമായി ഇരിക്കത്തക്ക വിധത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ വേണ്ട അത്യാധുനികമായ സൗകര്യങ്ങൾ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടതായ കൃഷി സംബന്ധമായ സൗകര്യങ്ങൾ, അതേപോലെ ടെക്നോളജി സംബന്ധമായ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ട ലാബ് ഫെസിലിറ്റീസ്, പിന്നെ അവർക്ക് വേണ്ടതായ നല്ല ബുക്സ് റെഫർ ചെയ്യുന്നതിനുള്ള വളരെ മനോഹരമായ ഒരു കൊച്ചു ലൈബ്രറി ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, ആ ഒരു സൗകര്യങ്ങൾ എങ്ങനെയാണ്? ഇത് ഒരു കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിലേക്ക് ട്രെയിനിങ്ങിന് വരുന്നവർക്ക് എത്തിപ്പെടുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടേതായ 2-3 വാഹനങ്ങൾ സ്വന്തമായിട്ടും അല്ലാതെയുള്ള ഹയർ ചെയ്ത വാഹനങ്ങളും അവർക്ക്
ട്രെയിനിങ്ങിന് സമയത്ത് എത്തത്തക്ക വിധത്തിൽ കൃത്യമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് അവർക്ക് ടൗണിലേക്ക് പോകുവാനും ട്രെയിനിൽ പോകേണ്ടവർക്ക് ട്രെയിനിൽ പോകാനും ഇവിടെ താമസിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യുന്നതിനും അതേപോലെ മുകളിൽ കുറച്ച് അടുത്തുനിന്ന് വരുന്നവർക്ക് അതേപോലെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ പലവിധ വാഹനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് ധാരാളം കർഷകർക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ട്രെയിനിങ് താല്പര്യം ഉള്ളവർ ഉണ്ടാവാം. അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു സ്ഥാപനത്തിലെ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുവാൻ എന്താണ് അവർ ചെയ്യേണ്ടത്? അതിൻ്റെ ഫീസും അതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? അതിനുള്ള ഫീസ് അടയ്ക്കാനായി ഡയറക്ടർ ട്രെയിനിങ്ങിൻ്റെ പേരിൽ മാറാവുന്ന DDO മണി ഓർഡറോ ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബർ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേരിലുള്ള അക്കൗണ്ടിലെ RTGS ആയോ ഫീസ് റെമിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പുറമെ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ സൈഡിൽ തന്നെ റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിങ്കിൽ ഓൺലൈനായിട്ട് നമ്മുടെ ഏത് കോഴ്സിന് വേണ്ടിയെങ്കിലും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫോം ലഭ്യമാണ്. അത് ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് ഇമെയിൽ അയച്ചു കഴിഞ്ഞാലും നമ്മുടെ ഇവിടെ നടക്കുന്ന ഏത് കോഴ്സിനും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ട്രെയിനിങ് സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും കോഴ്സ് ഫീസ് എത്രയാണെന്നുള്ളത്, അതിൻ്റെ ഡ്യൂറേഷൻ, എന്തൊക്കെയാണ് സബ്ജക്റ്റ്, അങ്ങനെയുള്ള സിലബസ് ഫുൾ ഡീറ്റെയിൽസ് റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ട്രെയിനിങ്ങിൻ്റെ ലിങ്കിൽ ലഭ്യമാണ്. റബ്ബർ പ്ലാന്റേഷൻ ഡെവലപ്മെന്റ്, റബ്ബർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, റബ്ബർ എക്സ്റ്റൻഷൻ ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നിങ്ങനെ പ്രധാനമായും 4 പ്രവർത്തന മേഖലകളിൽ ഊന്നിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം. ഈ ഓരോ മേഖലയിലും വിവിധ ഹ്രസ്വകാല പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇവയ്ക്കൊക്കെ വളരെ തുച്ഛമായ ഫീസ് മാത്രമാണ് ഈടാക്കുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുൻകൂട്ടി അറിയിക്കുന്നതനുസരിച്ച് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യവും ഏർപ്പെടുത്തി കൊടുക്കുന്നു. കൂടാതെ ട്രെയിനിങ് നടക്കുന്ന ദിവസങ്ങളിൽ കോട്ടയം പട്ടണത്തിൽ നിന്ന് വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പരിശീലന പരിപാടികളിലും പ്രവൃത്തി പരിചയം, തോട്ട സന്ദർശനം, ഫാക്ടറി സന്ദർശനം മുതലായവ ഉൾപ്പെടുത്തി പ്രായോഗിക പരിജ്ഞാനത്തിൽ ഊന്നി നൽകിയുള്ള പരിശീലനമാണ് നൽകുന്നത്. റബ്ബർ ബോർഡിൻ്റെ PNBD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സെൻട്രൽ ക്വാളിറ്റി കൺട്രോൾ ലാബറട്ടറി 1986 പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ സംസ്കരിച്ച് വിപണനം ചെയ്യപ്പെടുന്ന സ്വാഭാവിക റബ്ബർ ഇനങ്ങളായ ബ്ലോക്ക് റബ്ബറും സെൻട്രിഫ്യൂഗാറ്റസും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ ലാബറട്ടറി പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഗുണനിലവാര പരിശോധനകൾക്ക് ഉപരിയായി റബ്ബറേതര വസ്തുക്കളായ മലിനജലം, ആസിഡ്, കെമിക്കൽസ്, സ്പ്രേ ഓയിൽ, വെള്ളം തുടങ്ങിയവയുടെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനവും ഈ ലാബറട്ടറിയിൽ ലഭ്യമാണ്. ഏകദേശം 200 പരം പാരാമീറ്റേഴ്സ് പരിശോധനയ്ക്കുള്ള സൗകര്യമാണ് ഇപ്പോൾ ഈ ലാബറട്ടറിയിൽ ലഭ്യമായിട്ടുള്ളത്. എല്ലാവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും ഊന്നൽ നൽകുന്ന പ്രവർത്തന ശൈലിയാണ് ഈ ലാബറട്ടറിയിൽ ആദ്യം മുതൽ സ്വീകരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലും തലത്തിലുമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഈ ലാബറട്ടറിയിൽ സ്ഥിരമായി നടന്നു വരുന്നു. ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടി നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളും വ്യക്തിപരമായ ആവശ്യാനുസരണം നടത്തുന്ന നീഡ് ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാംസും ഇവിടെ സാധാരണ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. റബ്ബർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന സ്കിൽ ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളും വർഷങ്ങളായി ഈ ലാബറട്ടറിയിലാണ് നടത്തി വരുന്നത്. അതുപോലെ തന്നെ വ്യക്തിപരമായ വികസനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു. റബ്ബർ പാൽ സംഭരണം മുതൽ സംസ്കരണം വരെയുള്ള നീണ്ടു നിൽക്കുന്ന പല ഘട്ടങ്ങളിലും ആവശ്യം ചെയ്തിരിക്കേണ്ട ഗുണനിലവാര പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഈ ലാബറട്ടറിയിൽ നടത്തി വരുന്നുണ്ട്. റബ്ബറിനുണ്ടാവുന്ന കീടബാധ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഓൺലൈൻ വെബ്സൈറ്റ് സേവനവും റബ്ബർ ബോർഡ് നൽകുന്നുണ്ട്. റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു സേവനം സൗജന്യമായി ലഭ്യമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ കർഷകന് തൻ്റെ തോട്ടത്തിലെ രോഗകീടബാധകൾ സ്വയം നിർണ്ണയിച്ച് പരിഹാരം നേടുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യ റബ്ബർ ബോർഡ് ഡെവലപ്പ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഓൺലൈൻ ക്ലിനിക്കിൽ കൂടി പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം തൻ്റെ തോട്ടത്തിലെ രോഗങ്ങൾ ഏതെന്ന് നിർണ്ണയിക്കുന്നതിനൊരു സംവിധാനമാണ് ഈ ഓൺലൈൻ റബ്ബർ ക്ലിനിക്ക്. ഇതിലേക്ക് കയറുന്നതിന് റബ്ബർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി കടന്ന് അതിൻ്റെ ഓൺലൈൻ റബ്ബർ ക്ലിനിക്ക് എന്ന ലിങ്കിൽ കൂടി
ഇതിലേക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിക്കാം. ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. ഈ ഹോം പേജിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര്, അതുപോലെയുള്ള ഡീറ്റെയിൽസ്, പ്ലാന്റേഷൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഏത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവിടെ കൂടുതൽ താരതമ്യം ചെയ്തതിന് ശേഷം അത് ഏതെന്ന് നിർണ്ണയിച്ചതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ സകല വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ മറ്റുള്ള രോഗലക്ഷണങ്ങളും കാണിക്കുന്ന ഒരു സൈറ്റ് കാണും. റബ്ബർ കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് കുമിൾ രോഗങ്ങൾ. ഇന്ന് കുമിൾ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ റബ്ബർ ബോർഡ് വികസിപ്പിച്ചിട്ടുണ്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ റബ്ബർ ടെക്നോളജി ഡിവിഷനിലാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെ നല്ല രീതിയിലുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും, അത് നമുക്ക് എങ്ങനെ ആ റബ്ബർ ഉൽപ്പന്നങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഗുണമേന്മ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ നമുക്കത് അറിയുവാൻ സാധിക്കും, ഈ വിവിധ തരത്തിലുള്ള റിസർച്ചുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഇവിടെ ചെയ്യുന്ന റിസർച്ചുകൾ ഞങ്ങൾ അത് നമ്മൾ റബ്ബർ ഇൻഡസ്ട്രിക്ക് കൈമാറാറുണ്ട്. അത് പല രീതിയിലാണ്. അതിലൊരു പ്രധാനമായ ഒരു രീതിയാണ് ട്രെയിനിങ് എന്നുള്ളത്. ആ ട്രെയിനിങ് നമ്മൾ സാധാരണ നൽകുന്നത് റബ്ബർ സംരംഭകർ, പിന്നെ വിദ്യാർത്ഥികൾ, അത് പല രീതിയിലുള്ള വിദ്യാർത്ഥികൾ, അതായത് സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ, പിന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾ, പിന്നെ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, വേറെ രീതിയിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, പിന്നീട് നമ്മൾ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, അതിൽ റബ്ബർ കർഷകർ, പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളിലേക്കും നമ്മൾ ഈ റിസർച്ചിൻ്റെ പ്രയോജനം നമ്മൾ ട്രെയിനിങ് വഴി എത്തിക്കാറുണ്ട്. റബ്ബർ ബോർഡ് ചെയർമാനായ ഷീല തോമസ് IAS റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതിയുടെ ചെയർമാനും ഡോക്ടർ C. കുരുവിള ജേക്കബ് ഡയറക്ടറുമാണ്. റബ്ബർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൽ 31 വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ കുരുവിള ജേക്കബ് നിരവധി വിദേശ രാജ്യങ്ങളിലും പരിശീലന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ ആലീസ് ജോണും P. സുധയും PR വിജയകുമാരിയും സബ്ജക്ട് സ്പെഷ്യലിസ്റ്റായ നിഷിയാത്ത് റഹ്മാനും ചേർന്നതാണ് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫാക്കൽറ്റി വിഭാഗം. റബ്ബർ ബോർഡിലെ ശാസ്ത്രജ്ഞരും മറ്റ് ഉദ്യോഗസ്ഥരും വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി സേവനം ചെയ്യും. ആവശ്യാനുസരണം പുറമേ നിന്നുള്ള വിദഗ്ധ ഫാക്കൽറ്റിയുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. കാർഷിക വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിവർത്തനം ഉന്നമിച്ച് വിപ്ലവകരങ്ങളായ നിരവധി വികസന പദ്ധതികളാണ് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനകം തന്നെ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്കും ഉപകാരപ്രദമായ നിരവധി പരിശീലന പദ്ധതികളാണ് ഓരോ ദിവസവും റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവൃത്തി പദ്ധതിയിൽ കൊണ്ടുവരുന്നത്. ഇന്ന് റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ അതിപ്രധാനവും അനുകരണീയവുമായ ഒരു സ്ഥാപനമാണ് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിക്കുന്നത്. അറിവ് അഗ്നിയാണെന്നും ആവശ്യക്കാരനിലേക്ക് അത് പകരേണ്ടതാണെന്നുമുള്ള ഭാരതീയന്റെ കാഴ്ചപ്പാടിന്റെ നേർക്കാഴ്ചയാവുകയാണ് റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അറിവിന്റെ അഭാവമാണ് ഏറ്റവും വലിയ ശരികേടെന്നിരിക്കെ ആ അറിവിലേക്കുള്ള ഒരു കവാടമാണ് അവിടെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കുമായി തുറന്നിട്ടിരിക്കുന്നത്.